എനിക്ക് അത്യാവശ്യമായി തിരുവല്ല വരെ പോകണം. പോകാൻ നിൽക്കുമ്പോഴാണ് നല്ല മഴയുണ്ട് പുറത്ത്. മനോഹരമായ കുറെ കുമ്പളപ്പം, നല്ല കട്ടൻ ചായ. ഇത് ഞങ്ങളുടെ വീട്ടില് നമ്മുടെ വാപ്പച്ചിയുടെ അടുത്ത് നമ്മുടെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ്. അവരിടയ്ക്കിടയ്ക്ക് നല്ല അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടുവരും, ഇതുപോലെ കുമ്പളപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരും. പല നാട്ടിൽ പല പേരിൽ ഇത് അറിയപ്പെടുന്ന കേട്ടോ. വഷ്ണയില എന്ന് പറയും, പിന്നെ കുമ്പളപ്പം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം, കുമ്പളയില എന്ന് പറയും. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുക്കും, അടുത്ത വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാംസം വാങ്ങുന്ന സമയത്ത്, ഇറച്ചി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അല്പം കൂടുതൽ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ അയൽവാസികൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സൗഹാർദ്ദവും ഈ ഒരു ഐക്യവും സ്നേഹവും എക്കാലത്ത് നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വലത് കൈ കൊണ്ട് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇത് കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൗഹാർദ്ദത്തിനപ്പുറം നമ്മൾ ഈ കൊടുക്കുന്നതിനും നൽകുന്നതിനും കഴിക്കുന്നതിനും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കൂടി കിട്ടുന്ന കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് പലപ്പോഴും എന്നാൽ ഈ കൈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ, എന്നാൽ ഈ കൈ കൊണ്ട് കുടിക്കാം എന്ന് കരുതാതെ നമ്മൾ ഈ വലത് കൈ കൊണ്ട് തന്നെ ഈ കടിഞ്ചായ ഒക്കെ എടുത്തിട്ട് അത് കുടിക്കുമ്പോൾ ബിസ്മില്ലി കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. കുടിച്ച ശേഷം അൽഹംദുലില്ലാ കൂടി പറയാം. കുടിക്കുന്നതിന് മുമ്പ് വെള്ളത്തിലേക്കൊന്ന് നോക്കലും സുന്നത്താണ്, അത് നിർത്തി കുടിക്കൽ സുന്നത്താണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയാണ്. ഇത് എക്കാലവും നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത് സമാധാനവും ഐക്യവും എക്കാലവും നിലനിർത്തട്ടെ. നമ്മുടെ അയ്യപ്പൻ്റെയും വാവരുടെയൊക്കെ ചരിത്രം പറയുന്നവരാണ്. വിളിപ്പാടകലയാണ് എരുമേലി. ഇവിടുന്ന് 13 കിലോമീറ്റർ കഴിഞ്ഞാൽ എരുമേലി എത്തും. അവിടുത്തെ സൗഹാർദ്ദവും അവിടുത്തെ സ്നേഹവും അത് എല്ലാ സ്ഥലങ്ങളിലും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഈ ഐക്യവും സ്നേഹവും എക്കാലവും നിലനിൽക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നല്ല സൗഹാർദ്ദവും സ്നേഹവും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ കുമ്പളപ്പവും അതുപോലെ അച്ചാറൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ചേച്ചിക്കും കുടുംബത്തിനൊക്കെ എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.